ഗുഡ് മോർണിംഗ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലെ? ബോർഡൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. മെസ്സേജ് ചെയ്ത് വിഷ് ചെയ്തല്ലേ? ഗുഡ് മോർണിംഗ് ഒക്കെ പോരട്ടെ. ഗുഡ് മോർണിംഗ്. യെസ്, ഓക്കെ. അപ്പോ നമ്മള് കഴിഞ്ഞ ദിവസം പ്രാക്ടിക്കൽ യൂണിറ്റ്സ് ഓഫ് ലെങ്ത് ആണ് പറഞ്ഞത്. അതായത് ലെങ്തിന്റെ SI യൂണിറ്റ് നമ്മൾ പറഞ്ഞു മീറ്റർ ആണെന്നു. പക്ഷെ ആ മീറ്റർ ഉപയോഗിച്ച് നമുക്ക് എല്ലാ ലെങ്തുകളും എന്ത് ചെയ്യാൻ കഴിയില്ല, മെഷർ ചെയ്യാൻ കഴിയില്ല. വളരെ വലിയ ഡിസ്റ്റൻസുകളും അതുപോലെ തീരെ ചെറിയ ഡിസ്റ്റൻസ് ഒന്നും നമുക്ക് മീറ്റർ ഉപയോഗിച്ച് അളക്കാൻ കഴിയില്ല. എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു ഹ്യൂജ് നമ്പർ ആയിരിക്കും, അല്ലെങ്കിൽ തീരെ എന്തായിരിക്കും, ചെറിയ നമ്പർ ആയിരിക്കും. അപ്പൊ അത് കൺവീനിയന്റ് ആയിട്ടുള്ള ചില യൂണിറ്റുകൾ നമ്മൾ പറഞ്ഞു അല്ലെ. വളരെ വലിയ ദൂരങ്ങൾ അളക്കാൻ വേണ്ടിയിട്ടുള്ള 3 യൂണിറ്റുകൾ ഏതൊക്കെയായിരുന്നു? ലൈറ്റ് ഇയർ നമ്മൾ പറഞ്ഞു, ലൈറ്റ് ഇയർ. അതുപോലെ ആസ്ട്രോണമിക്കൽ യൂണിറ്റ് പറഞ്ഞു. അതുപോലെ പാർസെക്, പാരലാക്ടിക് സെക്കൻഡ് അഥവാ പാർസെക് എന്ന് പറയുന്ന യൂണിറ്റ് പറഞ്ഞു. ഈ 3 യൂണിറ്റും ലാർജ് ഡിസ്റ്റൻസ്, അതായത് പ്ലാനറ്റുകൾ തമ്മിലുള്ള ദൂരം അല്ലെങ്കിൽ ഗാലക്സികൾ തമ്മിലുള്ള ദൂരം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അളക്കാനായിട്ടാണ്, സ്റ്റാർസ് തമ്മിലുള്ള ദൂരമൊക്കെ അളക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 യൂണിറ്റുകൾ സാധാരണഗതിയിൽ എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. പിന്നെ അറ്റോമിക് ലെവലിലുള്ള ആറ്റത്തിന്റെ വലുപ്പമൊക്കെ അളക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റ് പറഞ്ഞു ആങ്സ്ട്രോം അല്ലെ. 10⁻⁻10 മീറ്ററിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, ആങ്സ്ട്രോം എന്ന് പറയാം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെയൊക്കെ ഡെഫിനിഷൻ ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് ലൈറ്റ് ഇയർ, അതുപോലെ 1 ലൈറ്റ് ഇയർ എത്ര മീറ്റർ ആണെന്ന് ചോദിക്കും. അതുപോലെ പാർസെക്കിന്റെ വാല്യൂ ചോദിക്കാം, ആസ്ട്രോണമിക്കൽ യൂണിറ്റിന്റെ വാല്യൂ ഒക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. അപ്പൊ അതിന്റെ വാല്യൂ ഡെഫിനിഷനും കൃത്യമായി ഓർത്ത് വെച്ചിരിക്കണം. എക്സാമിന് സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പൊ അത് പറഞ്ഞ കൂട്ടത്തില്, പാർസെക് ഒക്കെ പറഞ്ഞ കൂട്ടത്തില് ഞാൻ ഈ ആംഗിളിനെ കുറിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് ആംഗിള്, പ്ലെയിൻ ആംഗിളിന്റെ യൂണിറ്റ് ഞാൻ പറഞ്ഞു. പ്ലെയിൻ ആംഗിൾ നമ്മൾ അളക്കുന്ന യൂണിറ്റ് റേഡിയൻ ആണ്. പക്ഷേ റേഡിയൻ അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് ഡിഗ്രിയിലാണ് നമ്മൾ പറയും അല്ലെ. ഡിഗ്രിയെക്കാളും ചെറിയ യൂണിറ്റുകളും നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, മിനിറ്റും അതുപോലെ എന്താണ് സെക്കൻഡും. ശരിയാണ്. അപ്പോ പലപ്പോഴും നമുക്ക് ഈ ആംഗിള് ഡിഗ്രിയിലോ മിനിറ്റിലോ സെക്കൻഡിലോ ഒക്കെ തന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിനെ റേഡിയനിലോട്ട് എന്ത് ചെയ്യേണ്ടി വരും, കൺവേർട്ട് ചെയ്യേണ്ടി വരും. കാര്യം നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യുന്നത് SI യൂണിറ്റിലാണ്. അപ്പോ ഡിഗ്രിയിൽ തന്നിരുന്നാലും മിനിറ്റിൽ തന്നിരുന്നാലും സെക്കൻഡിൽ തന്നിരുന്നാലും we have to convert these units into radian. അപ്പൊ അതെങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഡിഗ്രിയെ നമ്മൾ എങ്ങനെ റേഡിയനിലോട്ട് മാറ്റും, മിനിറ്റിനെ എങ്ങനെ റേഡിയനിലോട്ട് മാറ്റും, സെക്കൻഡിനെ നമ്മൾ എങ്ങനെയാണ് റേഡിയനിലോട്ട് മാറ്റുന്നത്. ഈ 3 കാര്യങ്ങൾ. അപ്പൊ അതൊരു പ്രോബ്ലം ആയിട്ട് നമുക്ക് ചെയ്യാം. അതിന്റെ ഒരു ഇക്വേഷൻ ഉണ്ട്, ആ ഇക്വേഷൻ ഓർത്തിരിക്കണം കേട്ടോ. അപ്പൊ പ്രോബ്ലം ചെയ്യാൻ വളരെ അത്യാവശ്യം വേണ്ടുന്ന കാര്യമാണത്. നമുക്ക് അതിലേക്ക് നോക്കാം. അപ്പോ നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ഞാനൊന്ന് എഴുതാം, യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്നാണ് നമ്മുടെ ചാപ്റ്ററിന്റെ പേര്. അതിൽ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കൺവേർഷൻ ഓഫ് യൂണിറ്റ് ആണ്. സോ കാൽക്കുലേറ്റ്, ഒരു പ്രോബ്ലം ആയിട്ടാണ് ഞാൻ ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാൽക്കുലേറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ 1 ഡിഗ്രി, സെക്കൻഡ് ക്വസ്റ്റ്യൻ 1 മിനിറ്റ്, third question 1 second in radian. Given 360 degree is equal to 2 pi radian. അതുപോലെ 1 degree is equal to 60 minutes. And 1 minute is equal to 60 seconds. ഇത് ടെക്സ്റ്റിനകത്ത് തന്നെ ചെയ്തിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. നമുക്കത് അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പൊ ക്വസ്റ്റ്യൻ ഞാനൊന്ന് പറയാം. കാൽക്കുലേറ്റ്, എന്തൊക്കെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? 1 ഡിഗ്രി, അതുപോലെ 1 മിനിറ്റ്. മിനിറ്റ് സൂചിപ്പിക്കാനായിട്ട് നമ്മൾ സിംഗിൾ പ്രൈം ആണ് ഇടുന്നത്. സിംഗിൾ പ്രൈം ഇട്ടാൽ അതിനെ വായിക്കുന്നത് മിനിറ്റ് എന്നാണ്, 1 മിനിറ്റ് എന്നാണ് വായിക്കുന്നത്. ഇനി ഡബിൾ പ്രൈം ഇട്ടാൽ അത് സെക്കൻഡ് ആണ്, 1 സെക്കൻഡ്. അപ്പൊ 1 ഡിഗ്രി, 1 മിനിറ്റ്, അതുപോലെ 1 സെക്കൻഡ്. ഈ 3 ആംഗിളുകളും എന്തിൽ കണ്ടുപിടിക്കുക? റേഡിയനിൽ കണ്ടുപിടിക്കുക. 1 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന് കണ്ടുപിടിക്കുക, 1 മിനിറ്റ് എത്ര റേഡിയൻ ആണെന്ന് കണ്ടുപിടിക്കുക, 1 സെക്കൻഡ് എത്ര റേഡിയൻ ആണെന്ന് കണ്ടുപിടിക്കുക. സോ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ചില ഡേറ്റാസ് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റാസ് ഏതൊക്കെയാണ്? ഒന്ന്, 360 ഡിഗ്രി എന്ന് പറയുന്നത് 2 പൈ റേഡിയൻ ആണ് എന്ന് തന്നിട്ടുണ്ട്.
360 ഡിഗ്രി എന്ന് പറയുന്നത് 2 പൈ റേഡിയൻ ആണ്. പൈ എന്താണ്? 3.1422/7. അതുപോലെ 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് തന്നിട്ടുണ്ട്. 60 മിനിറ്റുകൾ ചേരുമ്പോഴാണ് എന്താവുന്നത്? 1 ഡിഗ്രി ആവുന്നത്. അതുപോലെ 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. 60 സെക്കൻഡുകൾ ചേരുമ്പോഴാണ് എന്താവുന്നത്? 1 മിനിറ്റ് ആവുന്നത്. അപ്പൊ ഇത്രയും ഡേറ്റാസ് നമുക്ക് തന്നിട്ടുണ്ട്. ഈ തന്നിട്ടുള്ള ഡേറ്റ ഉപയോഗിച്ച് ഈ 3 ആംഗിൾസിനെ റേഡിയനിലോട്ട് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ആദ്യത്തത് തന്നിട്ടുള്ള കാര്യം എഴുതാം. 360 ഡിഗ്രി is equal to 2 പൈ റേഡിയൻ എന്ന് തന്നിട്ടുണ്ട്. 360 ഡിഗ്രി is equal to 2 പൈ റേഡിയൻ. സോ നമുക്ക് വേണ്ടത് 1 ഡിഗ്രി എത്ര റേഡിയൻ എന്നാണ് അല്ലെ. അപ്പൊ 360 ഡിഗ്രി 2 പൈ ആണെങ്കിൽ 1 ഡിഗ്രി എന്തായിരിക്കും? 1 ഡിഗ്രി is equal to എന്തായിരിക്കും? ഈ 360 പുറത്തോട്ട് എന്ത് ചെയ്യുക? ഡിവൈഡ് ചെയ്യുക. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? 2 പൈ ഡിവൈഡഡ് ബൈ 360 റേഡിയൻ. ശരിയല്ലേ? 2 360 കൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. 2 360 കൂടെ ക്യാൻസൽ ചെയ്താൽ എന്താ വരിക? പൈ ഡിവൈഡഡ് ബൈ 360/2 എന്ന് പറയുന്നത് 180 ആണ്. സോ 1 ഡിഗ്രി is equal to പൈ ബൈ 180 റേഡിയൻ. 1 ഡിഗ്രി is equal to പൈ ബൈ 180 റേഡിയൻ. വേണമെങ്കിൽ നമുക്ക് ഈ പൈയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷെ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു ഡെസിമൽ വാല്യൂ ആണ്. ഇന്റഗ്രൽ പാർട്ട് ഡെസിമൽ പോയിന്റ് വരുന്ന ഒരു നമ്പറാണ്. നമുക്കത് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഓർത്തിരിക്കാൻ എളുപ്പം ഇതാണ്. അപ്പൊ ഇങ്ങനെ പഠിച്ചാൽ മതി. 1 ഡിഗ്രി എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആണ്? പൈ ബൈ 180 റേഡിയൻ ആണ്. പൈ എന്ന് പറഞ്ഞാൽ 3.14. അപ്പൊ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ മാത്രം അതിന്റെ വാല്യൂ എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പഠിച്ചു വെക്കുമ്പോൾ പൈ എന്ന് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. സോ 1 ഡിഗ്രി is equal to പൈ ബൈ 180 എന്താണ്? റേഡിയൻ. നമ്മുടെ ആദ്യത്തെ ചോദ്യം 1 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്നാണ്. 1 ഡിഗ്രി എത്ര റേഡിയൻ ആണ്? പൈ ബൈ 180 റേഡിയൻ. സോ 1 ഡിഗ്രി പൈ ബൈ 180 റേഡിയൻ ആണെങ്കിൽ കാണാൻ പറ്റുന്നില്ല. ക്ലിയർ ആവുന്നില്ലയോ? ബോർഡ് ഇപ്പൊ ഓക്കെ ആയോ? ഇപ്പൊ റേഞ്ചിന്റെ പ്രശ്നമായിരിക്കും. ഒന്ന് റിഫ്രഷ് ചെയ്യാമോ? ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ഓക്കെ ആയോ? ഓക്കെ ഓക്കെ. അപ്പോ 1 ഡിഗ്രി പൈ ബൈ 180 റേഡിയൻ ആണെന്നാണ് നമ്മൾ കണ്ടുപിടിച്ചത്. 1 ഡിഗ്രി പൈ ബൈ 180 റേഡിയൻ ആണ്. 1 ഡിഗ്രി പൈ ബൈ 180 റേഡിയൻ ആണെങ്കിൽ 2 ഡിഗ്രി എത്രയായിരിക്കും? 2 into പൈ ബൈ 180 റേഡിയൻ. 3 ഡിഗ്രി എത്രയായിരിക്കും? 3 into പൈ ബൈ 180 റേഡിയൻ. 30 ഡിഗ്രി എത്രയായിരിക്കും? 30 into പൈ ബൈ 180 റേഡിയൻ. അപ്പോ എക്സ് ഡിഗ്രി എന്തായിരിക്കുമോ? എക്സ് ഡിഗ്രി is equal to നമുക്ക് എന്തെന്ന് എഴുതാം? എക്സ് into പൈ ബൈ പൈ ഡിവൈഡഡ് ബൈ 180 റേഡിയൻ. ഓക്കെ. അപ്പൊ ഈ ഇക്വേഷൻ ഓർത്ത് വെച്ചേക്ക്. എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ ആണ്. അതായത് നമുക്ക് ഏതൊരു ആംഗിളും ഡിഗ്രി തന്നിരുന്നാൽ അതിനെ റേഡിയനിലാക്കാനായിട്ട് ഡിഗ്രി തന്നിരിക്കുന്ന വാല്യൂനോടൊപ്പം എന്ത് മൾട്ടിപ്ലൈ ചെയ്യാം? പൈ ബൈ 180 മൾട്ടിപ്ലൈ ചെയ്യാം. ക്ലിയർ ആണോ? ഓക്കെ. അപ്പൊ നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? 1 മിനിറ്റ് എത്ര റേഡിയൻ ആണ് എന്ന് കണ്ടുപിടിക്കാനാണ്. ശരിയാണോ? അപ്പൊ അതിന് നമുക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ ഡേറ്റ നോക്കാം. നമുക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ ഡേറ്റ എന്താണ്? 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചെഴുതാണ് അതിനെ. 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചെഴുതിയാൽ എന്ത് വരും? 60 മിനിറ്റ് is equal to 1 ഡിഗ്രി. ശരിയല്ലേ? 60 മിനിറ്റ് is equal to 1 ഡിഗ്രി is equal to ഇനി 1 ഡിഗ്രി എത്ര റേഡിയൻ ആണ് നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. 1 ഡിഗ്രി എത്ര റേഡിയൻ ആണ്? പൈ ബൈ 180 റേഡിയൻ അല്ലേ? സോ 1 ഡിഗ്രിക്ക് പോയാൽ നമുക്ക് എന്തെന്ന് എഴുതാം? പൈ ബൈ 180 റേഡിയൻ എന്ന് എഴുതാം. അതായത് 60 മിനിറ്റ് എന്ന് പറയുന്നത് 1 ഡിഗ്രിയാണ്. അഥവാ 60 മിനിറ്റ് എന്ന് പറയുന്നത് പൈ ബൈ 180 റേഡിയൻ ആണ്. സോ 60 ഡിഗ്രി പൈ ബൈ 180 റേഡിയൻ ആണെങ്കിൽ 60 ഡിഗ്രി അല്ല, 60 മിനിറ്റ് പൈ ബൈ 180 റേഡിയൻ ആണെങ്കിൽ 1 മിനിറ്റ് എത്ര ആയിരിക്കുമോ? 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആയിരിക്കും? ഈ 60 താഴെ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്താൽ പോരെ. സോ പൈ ഡിവൈഡഡ് ബൈ 180 into 60 റേഡിയൻ എന്ന് കിട്ടും. ഓക്കെ. 1 മിനിറ്റ് is equal to പൈ ബൈ 180 into 60 റേഡിയൻ. ഇത് വേണമെങ്കിൽ സോൾവ് ചെയ്ത് നമുക്കൊരു വാല്യൂ കിട്ടും. പക്ഷെ സോൾവ് ചെയ്ത വാല്യൂ നമുക്ക് ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ പഠിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. ഓക്കെ. അപ്പോ 60 മിനിറ്റ് 1 ഡിഗ്രി ആണെന്ന് നമുക്ക് അറിഞ്ഞിട്ടുണ്ട്. 60 മിനിറ്റ് is equal to 1 ഡിഗ്രി എത്ര റേഡിയൻ ആണ് നമ്മൾ പറഞ്ഞു? പൈ ബൈ 180 റേഡിയൻ ആണ്. സോ 60 മിനിറ്റ് is equal to പൈ ബൈ 180 റേഡിയൻ. 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ ഈ 60 താഴെ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പൈ ബൈ 180 into 60 റേഡിയൻ.
അപ്പൊ 1 മിനിറ്റ് ഇത്രയും റേഡിയൻ ആണെങ്കിൽ 2 മിനിറ്റ് എത്ര റേഡിയൻ ആയിരിക്കും? 2 ഇൻറ്റു ഇത്. 30 മിനിറ്റ് എത്ര റേഡിയൻ ആയിരിക്കും? 3 ഇൻറ്റു ഇത്. ശരിയാണ്. അപ്പൊ എക്സ് മിനിറ്റ് എന്ന് പറയുന്നത് എത്ര റേഡിയൻ ആയിരിക്കും? എക്സ് ഇൻറ്റു പൈ ബൈ 180 ഇൻറ്റു 60 റേഡിയൻ. ശരി. എക്സ് മിനിറ്റ് എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു പൈ ബൈ 180 ഇൻറ്റു 60 റേഡിയൻ ആയിരിക്കും. അപ്പോ ഡിഗ്രിയെ റേഡിയനിലോട്ട് മാറ്റാൻ തന്നിരിക്കുന്ന വാല്യൂവിനെ പൈ ബൈ 180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. മിനിറ്റിനെ റേഡിയനിലോട്ട് മാറ്റാൻ തന്നിട്ടുള്ള മിനിറ്റ് വാല്യൂവിനെ പൈ ബൈ 180 ഇൻറ്റു 60 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ നമുക്കിനി മൂന്നാമത്തെ കേസിലേക്ക് പോവാം. മൂന്നാമത്തെ കേസ് എന്താണ്? സി. ഒരു സെക്കൻഡ് എത്ര റേഡിയൻ ആണെന്ന് കണ്ടുപിടിക്കണം, അല്ലെ? ഒരു സെക്കൻഡ് എത്ര റേഡിയൻ ആണ്? ഒരു സെക്കൻഡ് എത്ര റേഡിയൻ ആണെന്ന് എങ്ങനെ കണ്ടുപിടിക്കുക? നമുക്ക് തന്നിട്ടുള്ള മൂന്നാമത്തെ ഡേറ്റ എന്താണ്? 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു എഴുതുന്നു. അതായത് 60 സെക്കൻഡുകൾ എന്ന് പറയുന്നത് 1 മിനിറ്റ് ആണ്. 60 സെക്കൻഡുകൾ ചേരുമ്പോ 1 മിനിറ്റ് ആവും. ഓക്കെ. ഒന്നുകൂടെ പറയാം. ഇതെല്ലാം ഒന്നുകൂടെ പറയാം കേട്ടോ. ഇതുകൂടെ പറഞ്ഞതിന് ശേഷം ഒന്നുകൂടി പറയാം. എല്ലാം ഒന്നുകൂടെ പറയാം. 60 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 1 മിനിറ്റ് ആണ്. തിരിച്ചെഴുതിയതാണ്. 1 മിനിറ്റ് ഈസ് ഈക്വൽ ടു 60 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 60 സെക്കൻഡ് ഈസ് ഈക്വൽ ടു എനിക്ക് എന്തെന്ന് എഴുതാം? 1 മിനിറ്റ് എന്ന് എഴുതാം. ഓക്കെ. ഈസ് ഈക്വൽ ടു 1 മിനിറ്റ് എന്താണ്? 1 മിനിറ്റ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. 1 മിനിറ്റ് എന്ന് പറയുന്നത് എന്താ? പൈ ബൈ 180 ഇൻറ്റു 60 റേഡിയൻ ആണ്. ശരിയാണോ? അപ്പൊ 60 സെക്കൻഡ് is equal to 60 സെക്കൻഡ് is equal to 1 minute which is equal to pi by 180 into 60 radian. നമുക്ക് വേണ്ടത് 1 സെക്കൻഡ് ആണ്. 1 സെക്കൻഡ് is equal to എന്ത് വരും? 1 സെക്കൻഡ് is equal to ഈ 60 താഴെ കൊണ്ടുപോയി ഡിവൈഡ് pi by 180 into 60 into 60 റേഡിയൻ. ശരിയല്ലേ? അടുത്ത കൺവേർഷൻ എന്താണിത്? 1 സെക്കൻഡ് എന്ന് പറയുന്നത് 1 സെക്കൻഡ് is equal to പൈ ബൈ 180 ഇൻറ്റു 60 ഇൻറ്റു 60 റേഡിയൻ ആണ്. 1 സെക്കൻഡ് എന്ന് പറയുന്നത് പൈ ബൈ 180 ഇൻറ്റു 60 ഇൻറ്റു 60 റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സെക്കൻഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എക്സ് ഇൻറ്റു പൈ ബൈ 180 ഇൻറ്റു 60 ഇൻറ്റു 60 റേഡിയൻ ആയിരിക്കും. ഓക്കെ. ഇത്രയും റേഡിയൻ ആയിരിക്കും. അപ്പൊ ഒന്നുകൂടി പറയാം. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 1 ഡിഗ്രി, 1 മിനിറ്റ്, അതുപോലെ 1 സെക്കൻഡ്. ഈ 3 ആംഗിളിനെ എന്തിൽ കണ്ടുപിടിക്കണം? റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഓക്കെ. 1 ഡിഗ്രി എത്ര റേഡിയൻ ആണെന്ന്, 1 മിനിറ്റ് എത്ര റേഡിയൻ ആണെന്ന്, 1 സെക്കൻഡ് എത്ര റേഡിയൻ ആണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് കുറച്ച് ഡേറ്റാസ് കൂടി തന്നിട്ടുണ്ട്. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π റേഡിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ 1 ഡിഗ്രി 60 മിനിറ്റുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് 60 സെക്കൻഡുകളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 360 ഡിഗ്രി 2π റേഡിയൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 ഡിഗ്രി 60 മിനിറ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1 മിനിറ്റ് 60 സെക്കൻഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് തുടങ്ങാം. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന ഫസ്റ്റ് ഡേറ്റ നോക്കുന്നു. 360 ഡിഗ്രി എന്ന് പറയുന്നത് 2π റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1 ഡിഗ്രി എന്തായിരിക്കും? 5 മാങ്ങയ്ക്ക് 10 രൂപയാണെങ്കിൽ 1 മാങ്ങയുടെ വില എന്താ? 10/5 എന്ന് പറയുന്ന പോലെ 360 ഡിഗ്രി ഈസ് ഈക്വൽ ടു 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു എന്താണ്? 2π ഡിവൈഡഡ് ബൈ 360. 2ഉം 360 കൂടെ ക്യാൻസൽ ആവുമ്പോൾ പൈ ബൈ 360യുടെ പകുതി എത്രയാണ്? 180. സോ 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 എന്തെന്ന് കിട്ടും? റേഡിയൻ. 1 ഡിഗ്രി ഈസ് ഈക്വൽ ടു പൈ ബൈ 180 റേഡിയൻ. 1 ഡിഗ്രി പൈ ബൈ 180 റേഡിയൻ ആണെങ്കിൽ 2 ഡിഗ്രി എന്തായിരിക്കും? 2 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. 3 ഡിഗ്രി എന്തായിരിക്കും? 3 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. 30 ഡിഗ്രി എന്തായിരിക്കും? 30 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. 40 ഡിഗ്രിയോ? 40 ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. അപ്പൊ എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു പൈ ബൈ 180 റേഡിയൻ. അതായത് നമുക്ക് ഡിഗ്രിയിൽ തന്നിരിക്കുന്ന ആംഗിളിനെ റേഡിയനിലോട്ടാക്കാനായിട്ട് തന്നിരിക്കുന്ന ഡിഗ്രി വാല്യൂവിനോടൊപ്പം എന്ത് മൾട്ടിപ്ലൈ ചെയ്യുക? പൈ ബൈ 180 മൾട്ടിപ്ലൈ ചെയ്യുക. അടുത്തത് 1 മിനിറ്റ് എത്ര റേഡിയൻ എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള രണ്ടാമത്തെ ഇൻഫർമേഷൻ എന്താണ്? 1 ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണെന്നാണ്. അതായത് 60 മിനിറ്റുകൾ ചേരുമ്പോൾ 1 ഡിഗ്രി ആവും. 60 മിനിറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? 1 ഡിഗ്രി. ഇനി എന്താണ് 1 ഡിഗ്രി? 1 ഡിഗ്രി എത്ര റേഡിയൻ ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്? പൈ ബൈ 180 റേഡിയൻ ആണ്. അതായത് 60 മിനിറ്റിൽ ഇസ് ഈക്വൽ ടു 1 ഡിഗ്രിക്ക് പോലെ ഞാൻ എന്താ എഴുതി? പൈ ബൈ 180 റേഡിയൻ എന്ന് എഴുതി. 60 മിനിറ്റുകൾ പൈ ബൈ 180 റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റ് എത്രയാണെന്നാണ് വേണ്ടത്? നേരത്തെ പറഞ്ഞതുപോലെ
5 പേനയ്ക്ക് 10 രൂപ. അങ്ങനെയാണെങ്കിൽ ഒരു പേനയ്ക്ക് എത്ര? 10/5 = 2 രൂപ എന്ന് പറയുന്ന പോലെ 60 മിനിറ്റിന് π/180 റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഈ 60 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ? താഴെ 180 ഉണ്ട്, ഡിവൈഡഡ് ബൈ വീണ്ടും 60 ചെയ്യണം. അപ്പൊ 5/180 × 60 വരും. അത്രയും റേഡിയൻ. ഇത് ഒരു മിനിറ്റ് ആണ്, ശരിയല്ലേ? അപ്പൊ ഒരു മിനിറ്റ് ഇത്രയും റേഡിയൻ ആണ്. അങ്ങനെയാണെങ്കിൽ 10 മിനിറ്റ് എത്ര റേഡിയൻ ആയിരിക്കും? ഒരു മിനിറ്റ് ഇത്രയും റേഡിയൻ ആണെങ്കിൽ 10 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 10 × ഇത്, ശരിയാണ്. 20 മിനിറ്റ് എന്തായിരിക്കും? 20 × ഇത്. അതുപോലെ എക്സ് മിനിറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? x × π/180 × 60 റേഡിയൻ ആണ്. അടുത്തത് നമുക്ക് ഇനി സെക്കൻഡ് ആണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്ക് തന്നിട്ടുള്ള ഡേറ്റ ഒരു മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 60 സെക്കൻഡ് ആണ്. അതായത് തിരിച്ചെഴുതിയാൽ 60 സെക്കൻഡുകൾ ചേരുമ്പോൾ എന്താവും? ഒരു മിനിറ്റ് ആവും. 60 സെക്കൻഡുകൾ ചേരുമ്പോൾ ഒരു മിനിറ്റ് ആവും. 60 സെക്കൻഡുകൾ = ഇനി ഒരു മിനിറ്റിനെ നമ്മൾ റേഡിയനിൽ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര റേഡിയനാ? π/180 × 60. സോ 60 സെക്കൻഡുകൾ = π/180 × 60 റേഡിയൻ. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 60 സെക്കൻഡ് = π/180 × 60 റേഡിയൻ ആണെങ്കിൽ ഒരു സെക്കൻഡ് = ഈ 60 താഴെ പോവാ. അപ്പൊ π/180 × 60 × 60. ഒരു സെക്കൻഡ് എത്ര റേഡിയൻ ആണെന്ന് വെച്ചാൽ π/180 × 60 × 60 ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് സെക്കൻഡ് എത്രയാണെന്ന് ചോദിച്ചാൽ x × π/180 × 60 × 60 റേഡിയൻ. അപ്പൊ ഈ 3 ഇക്വേഷൻസ് ഓർത്തു വെച്ചേക്കാം. ഡിഗ്രി തന്നിരുന്നാൽ എങ്ങനെ റേഡിയൻ ആക്കാം? π/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മിനിറ്റിൽ തന്നാൽ എങ്ങനെ റേഡിയൻ ആക്കാം? π/180 × 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സെക്കൻഡിൽ തന്നിരുന്നാൽ എങ്ങനെ റേഡിയൻ ആക്കാം? π/180 × 60 × 60 കൊണ്ട് എന്ത് ചെയ്യുക? മൾട്ടിപ്ലൈ ചെയ്യുക. മനസ്സിലാവോ? ക്ലിയർ ആണല്ലോ? ഓക്കെ. അപ്പൊ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോഴത്തേക്ക് നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ. അപ്പൊ ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് നൈൻസ് ഓഫ് ഡെസിമൽ മൾട്ടിപ്പിൾസ് and sub-multiples. ഡെസിമൽ മൾട്ടിപ്പിൾസിന്റെയും സബ് മൾട്ടിപ്പിൾസിന്റെയും പേരുകൾ. ഡെസിമൽ മൾട്ടിപ്പിൾസിന്റെയും സബ് മൾട്ടിപ്പിൾസിന്റെയും പേരുകൾ. മൾട്ടിപ്പിൾസിന്റെയും സബ് മൾട്ടിപ്പിൾസിന്റെയും പേരുകളാണ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ നോക്കൂ, 2000 മീറ്റർ. ഓക്കെ, 2000 മീറ്റർ. ഈ 2000 മീറ്ററിനെ എനിക്ക് 2 × 10⁻³ മീറ്റർ എന്ന് എഴുതിക്കൂടെ? 2 × 10⁻³ മീറ്റർ എന്ന് എഴുതാവോ? 2000 മീറ്ററിനെ എനിക്ക് 2 × 10⁻³ മീറ്റർ എന്ന് എഴുതാലോ? 10⁻³ എന്ന് പറഞ്ഞാൽ 1000 ആണ്. അപ്പൊ 2 × 1000 എന്ന് പറഞ്ഞാൽ എന്താ? 2000. ഓക്കെ, ഈസ് ഈക്വൽ ടു. ഇങ്ങനെ എഴുതുന്നതിനേക്കാളും നല്ലതാണ് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ, ഇനി ഇതിന് ഈ 10⁻³ മീറ്റർ ഉണ്ടല്ലോ, 10⁻³ മീറ്റർ. ഈ 10⁻³ ഉപയോഗിക്കുന്ന പേര് കിലോ എന്നാണ്. 10⁻³ ഉപയോഗിക്കുന്ന സിമ്പൽ K എന്നാണ്, അതിന്റെ പേര് കിലോ എന്നാണ്. അപ്പൊ നമുക്ക് 2 ഈ 10⁻³ പകരം സ്മോൾ ലെറ്റർ K പിന്നെ വരുന്ന M എന്നുണ്ടാവും. ഓക്കെ, 2 × 10⁻³ പകരം K പിന്നെന്താണ്? മീറ്റർ. ഈ K മീറ്ററിന്റെ മുമ്പിൽ വരുന്ന സാധനമാണ്. അതുകൊണ്ട് നമ്മൾ അതിനെ പ്രിഫിക്സ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? പ്രിഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്തിന്റെങ്കിലും മുമ്പിൽ വരുന്ന സാധനത്തെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. സോ മീറ്ററിന്റെ മുമ്പിൽ വരുന്ന സാധനമാണ് K. സോ K ഈസ് കോൾഡ് പ്രിഫിക്സ്. ഈ Kയുടെ പേരെന്താണ് എന്ന് ചോദിച്ചാൽ കിലോ ആണ്. പ്രിഫിക്സിന്റെ പേരെന്താണ്? കിലോ. അപ്പൊ നമ്മൾ ഇതിനെ എന്തെന്ന് വായിക്കും? 2 കിലോമീറ്റർ. നമ്മൾ വായിക്കുന്നത് എന്താണ്? 2
കിലോമീറ്റർ. ക്ലിയർ ഉണ്ട്? അപ്പൊ ഞാൻ പറഞ്ഞത് ഈ കിലോയെ കുറിച്ചാണ്. അത് പ്രിഫിക്സ് ആണ്. അപ്പൊ നമ്മൾ ഇതിനെ എങ്ങനെ വായിക്കും? 2 കിലോമീറ്റർ എന്നാ വായിക്കും. എന്തെന്നാ വായിക്കുക? 2 കിലോമീറ്റർ. അപ്പൊ കെ എന്ന് പറയുന്നത് 10⁻³ നമ്മൾ ഉപയോഗിക്കുന്ന പ്രിഫിക്സ് ആണ്. അതിനെ വായിക്കുന്നത് കിലോ എന്നാണ്. ശരിയാണ്? അപ്പൊ ഇങ്ങനെ 1000 വരുന്നിടത്തല്ല നമ്മൾ എന്ത് ഉപയോഗിക്കും? കിലോ ഉപയോഗിക്കും. ശരിയാണ്? അപ്പോ 3000 ഗ്രാം 3000 ഗ്രാമിന് നമുക്ക് എങ്ങനെ എഴുതാം? 3 × 10⁻³ ഗ്രാം എന്ന് എഴുതാം. ശരിയാണ്? ഇസ് ഈക്വൽ ടു 3 10⁻³ പകരം എന്ത് കൊടുക്കാം? കിലോ അല്ലെ? 10⁻³ പകരം കിലോ. പിന്നെ ഉള്ള എന്താണ്? ഗ്രാം. 3 കിലോഗ്രാം. 3 കിലോഗ്രാം എന്ന് പറയുന്നത് 3000 ഗ്രാം അല്ലെ? സോ ഈ കെ വിളിക്കുന്ന പേരാണ് പ്രിഫിക്സ്. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ എഴുതുന്ന സാധനം. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ മുമ്പിൽ എഴുതുന്നത്. അപ്പൊ നമ്മള് പണ്ട് +2 പകരം എന്തുണ്ടായിരുന്നു? പ്രീ ഡിഗ്രി ഉണ്ടായിരുന്നു. പ്രീ ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? ഡിഗ്രിക്ക് മുമ്പിലുള്ളതാണ് പ്രീ ഡിഗ്രി. ശേഷമുള്ളതിന് നമ്മൾ പോസ്റ്റ് എന്താ പറയുക? അപ്പൊ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡിഗ്രി കഴിഞ്ഞതിന് ശേഷമുള്ള ഗ്രാജുവേഷൻ നമ്മൾ എന്താ വിളിക്കുക? പോസ്റ്റ് ഗ്രാജുവേഷൻ. ശരിയാണ്? ഡിഗ്രിക്ക് മുമ്പുള്ള ഡിഗ്രി നമ്മൾ വിളിക്കുന്ന പേരെന്താ? പ്രീ ഡിഗ്രി. പണ്ട് പ്രീ ഡിഗ്രി ആയിരുന്നു, ഇപ്പൊ +1 +2 ആയിരുന്നേ ഉള്ളൂ. ശരിയാണ്? അപ്പൊ പ്രീ മീൻസ് മുമ്പ് ചേർക്കുന്നത്, പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് ശേഷം ചേർക്കും. അപ്പൊ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഒരു വേർഡിന്റെ മുമ്പിൽ ചേർക്കുന്ന സാധനമാണ്. ശരിയാണ്? അപ്പൊ കിലോ കെ എന്ന് പറയുന്നത് മീറ്ററിന്റെ മുമ്പിൽ വരുന്ന സാധനമാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ പ്രിഫിക്സ് എന്ന് വിളിക്കുന്നത്. കിലോമീറ്റർ. അതുപോലെ കിലോഗ്രാം. ഗ്രാമിന്റെ മുമ്പിൽ കെ വന്നു കഴിഞ്ഞാൽ കിലോഗ്രാം. 10⁻³ ഗ്രാമിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കിലോഗ്രാം എന്ന് പറയും. അപ്പൊ 3000 ഗ്രാമിന് പകരം നമുക്ക് എന്തെന്ന് എഴുതാം? 3 കിലോഗ്രാം എന്ന് എഴുതാം. അപ്പൊ ഇവിടെ 10⁻³ നമ്മൾ കൊടുക്കുന്ന 10⁻³ എന്ന് പറയുന്ന മൾട്ടിപ്പിളിനെ നമ്മൾ കൊടുക്കുന്ന പ്രിഫിക്സ് എന്താണ്? കിലോ ആണ്. 10⁻³ എവിടെ വന്നാലും നമ്മൾ എന്ത് കൊടുക്കും? കിലോ. ഇപ്പൊ നമ്മൾ വർഷങ്ങളുടെ പേരൊക്കെ എഴുതുന്ന സമയത്ത് ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ വർഷത്തെ പലരും ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. 2K19 ഓർമ്മയുണ്ടോ? പല പ്രോഗ്രാമിനും ഒക്കെ, ഇപ്പൊ ക്ലബിന്റെ പ്രോഗ്രാം അല്ലെങ്കിൽ സ്കൂളിൽ എന്തെങ്കിലും പ്രോഗ്രാം ഒക്കെ വരുമ്പോഴത്തേക്ക് അവര് വർഷം, ആ പ്രോഗ്രാം നടക്കുന്ന വർഷം എഴുതുമ്പോ 2019 എഴുതുന്നതിന് പകരം ഇങ്ങനെ എഴുതുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2K19. അപ്പൊ 2K19 എന്ന് പറഞ്ഞാൽ എന്താ? 2K എന്ന് പറഞ്ഞാൽ K 1000. K 1000 ആണ്. 1000. 10⁻³ ആണ് K. അപ്പൊ 2K എന്ന് പറയുമ്പോ എന്താ? 2000 എന്ന് പറഞ്ഞാൽ 2000. പിന്നെന്താ? 19. ഇപ്പൊ 2019 2K19 എന്ന് എഴുതാം. ശരിയല്ലേ? 2020 അപ്പൊ നമ്മൾ അങ്ങനെ എഴുതും? 2K20 എന്ന് എഴുതും. ശരിയല്ലേ? 2K20 എന്ന് പറഞ്ഞാൽ എന്താ? 2020. അപ്പൊ K എന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് K. അപ്പൊ 10⁻³ പകരം നമ്മൾ ഉപയോഗിക്കുന്ന 10⁻³ എന്ന് പറയുന്ന മൾട്ടിപ്പിളിനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കിലോ. അതുപോലെ ഓരോ മൾട്ടിപ്പിളിനും എന്തുണ്ട്? ഓരോ പേരുകളുണ്ട്, ഓരോ പ്രിഫിക്സ് ഉണ്ട്. അപ്പൊ ആ പ്രിഫിക്സുകൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. രണ്ടും നമ്മൾ നോക്കും. മൾട്ടിപ്പിളിനും നോക്കും, അതുപോലെ എന്ത് നോക്കും? സബ് മൾട്ടിപ്പിളിനും നോക്കും. ശരിയാണ്? അതായത് 10⁻³ പോസിറ്റീവ് പവറിന് നോക്കും. 10⁻1, 10⁻2, 10⁻3 അങ്ങനെ അതിന് ഓരോന്നിന്റെയും പേര് നോക്കും. അതുപോലെ 10⁻−1, 10⁻−2, 10⁻−3 അതിന്റെ പേരും എന്ത് ചെയ്യും? നോക്കും. ചിലതൊക്കെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളതാണ്? കേട്ടിട്ടുള്ളതാണ്. ചിലത് പുതുതായിട്ട് കേൾക്കുന്നതാണ്. അതൊക്കെ നമുക്ക് പ്രോബ്ലം ചെയ്യാൻ അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളാണ്. ചിലപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും മൾട്ടിപ്പിൾ ആയിരിക്കും തരുന്നത്. അപ്പൊ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ? അപ്പൊ നമുക്ക് ഓരോ പേരും അതിന്റെ പ്രിഫിക്സ് ഏതാണെന്ന് നോക്കാം. ഓക്കെ? അപ്പോ മൾട്ടിപ്ലയർ, ആദ്യത്തെ കോളം മൾട്ടിപ്ലയർ ആണ്. രണ്ടാമത്തെ കോളം സിമ്പൽ ആണ്. മൂന്നാമത്തെ കോളം പ്രിഫിക്സ് ആണ്. ഓക്കെ, ഇങ്ങനെ 3 കോളത്തിൽ നമുക്ക് എഴുതാം. ആദ്യത്തെ കോളത്തിൽ മൾട്ടിപ്ലയർ. അപ്പൊ ആദ്യം നമുക്ക് മൈനസ് വാല്യൂസ് നോക്കാം. 10⁻−1. 10⁻−1 വന്നാൽ നമ്മൾ അതിന് കൊടുക്കുന്ന സിമ്പൽ ഡി എന്ന് പറയുന്ന സിമ്പലാണ്. എവിടെയെങ്കിലും 10⁻−1 വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഡി ആണ്. അതിന്റെ പ്രിഫിക്സ്, അതിനെ വിളിക്കുന്ന പേര് ഡെസി എന്നാണ്. എന്താണ്? ഡെസി. 10⁻−1 സിമ്പൽ സ്മോൾ ലെറ്റർ ഡി, അതിന്റെ പ്രിഫിക്സ് ഡെസി. ഉദാഹരണത്തിന് 4 ഡെസിമീറ്റർ. 4 ഡെസിമീറ്റർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഡെസി എന്ന് പറഞ്ഞാൽ എന്താ? 10⁻−1 ആണ്. 10⁻−1 മീറ്റർ ഇസ് ഈക്വൽ ടു 10⁻−1 പറഞ്ഞാൽ ബൈ 10 എന്നല്ലേ? 4/10 എന്താണ്? 0.4 മീറ്റർ. ശരിയല്ലേ? അപ്പൊ 0.4 മീറ്ററിനെ എനിക്ക് 4 ഇൻറ്റു 10⁻−1 എന്ന് എഴുതാം. 10⁻−1 ഡെസി എന്ന് എഴുതാം. അപ്പൊ 4 ഡെസിമീറ്റർ. നമ്മൾ അധികം അങ്ങനെ യൂസ് ചെയ്യാറില്ല. ഈ ഡെസി എന്ന് പറയുന്നത് അധികം നമ്മൾ യൂസ് ചെയ്യാറില്ല.
ഓക്കെ. എന്നാൽ 10⁻⁻1 വരുമ്പോൾ നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ ഡി ആണ്. അതിന്റെ പ്രിഫിക്സ് എന്താണ്? ഡെസി. മീറ്ററിന്റെ കൂടെ ആണെങ്കിൽ ഡെസി മീറ്റർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും യൂണിറ്റ് ആണെങ്കിൽ ആ പേര് വരും. പ്രിഫിക്സ് ഡെസി ആണ്. അതിനുശേഷം വരുന്ന യൂണിറ്റ് ഏതാണോ അതിനോടൊപ്പം ചേർത്ത് നമ്മൾ ഡെസി കൂടി പറയും. സാധാരണ ലെങ്തിലാണ് ഇത് വരുന്നത്, ഡെസി മീറ്റർ എന്നാണ് വരുന്നത്. ഓക്കെ. അടുത്ത രണ്ടാമത്തെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് 10⁻². അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് സി എന്നാണ്. സി അതിന്റെ പേരെന്താ? സെന്റി. ഓക്കെ, സെന്റി എന്നാണ് നമ്മൾ പറയും. സി 10⁻² എന്നാൽ എന്താണ്? സി ആണ്. അതിന്റെ നെയിം എന്താണ്? സെന്റി. ഓക്കെ, അത് നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു സെന്റി എന്ന് പറയുന്നത് 10⁻² ആണ് മീറ്റർ. 5 സെന്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 10⁻² മീറ്റർ. ശരിയല്ലേ? അതുപോലെ അടുത്തത് 10⁻3. 10⁻3ക്ക് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ സ്മോൾ ലെറ്റർ എം ആണ്. അതിനെ വിളിക്കുന്ന പേര് മില്ലി എന്നാണ്. മില്ലി, മില്ലിമീറ്റർ എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. 10⁻1 -2 -3 കഴിഞ്ഞാൽ പിന്നെ -4ഉം -5ഉം ഇല്ല, പിന്നെ 3 വെച്ചിട്ടാണ് കൂടി പോകുന്നത്. -3 കഴിഞ്ഞാൽ അടുത്ത -6 ആണ്. -6ന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ ഇതാണ്. ഈ സിമ്പിൾ മ്യൂ ആണ്, പക്ഷെ ഇതിനെ വായിക്കുന്നത് മൈക്രോ എന്നാണ്. മൈക്രോ. 10⁻⁻6ന്റെ സിമ്പിൾ ശ്രദ്ധിക്കുക. ഇതാണ് സിമ്പിൾ. നമ്മുടെ സ്മോൾ ലെറ്റർ യു എഴുതുന്ന പോലെ ഇതാണ് സിമ്പിൾ. അതിന്റെ പേരെന്താണ്? മൈക്രോ. മൈക്രോ ആണ് പ്രിഫിക്സ്. മൈക്രോമീറ്റർ എന്നൊക്കെ പറയും, മൈക്രോഗ്രാം എന്നൊക്കെ പറയും. അടുത്ത 10⁻⁹ ആണ്. 10⁻⁹ സിമ്പിൾ എന്നാണ്. അതിന്റെ പ്രിഫിക്സ് നാനോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നാനോ. ഓക്കെ. 10⁻12 ആണ് അടുത്തത്. അതിന്റെ സിമ്പിൾ സ്മോൾ ലെറ്റർ പി ആണ്. ശരിയാണോ? അതിനെ വിളിക്കുന്ന പേര് പ്രിഫിക്സ് എന്ന് പറയുന്നത് പൈക്കോ എന്നാണ്. 10⁻12 സ്മോൾ ലെറ്റർ പി, പൈക്കോ. അടുത്ത ലാസ്റ്റ് വൺ 10⁻⁻15 ആണ്. അതിനെ സ്മോൾ ലെറ്റർ എഫ് കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതിനെ വിളിക്കുന്ന പേര് ഫെംറ്റോ എന്നാണ്. ഫെംറ്റോ, സ്മോൾ ലെറ്റർ എഫ്, ഫെംറ്റോ. ഇനി കഴിഞ്ഞിട്ട് അട്ടോ ഉണ്ട്, നീ വേറെ ഉണ്ട്. 10⁻21 വരെ ഉണ്ട്, പക്ഷെ നമുക്ക് 10⁻15 വരെ മതി. ഇത് തന്നെ നമ്മൾ അധികം ഒന്നും ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല. 10⁻15 വരെ മതി. അപ്പോ മൾട്ടിപ്പിൾസ് ഏതൊക്കെയാണ്? 10⁻1 സിമ്പിൾ ഡി, നമ്മൾ വിളിക്കുന്ന പേര് ഡെസി. 10⁻2 സി, നമ്മൾ വിളിക്കുന്ന പേര് പ്രിഫിക്സ് സെന്റി. 10⁻3 എം ആണ് സിമ്പിൾ, മില്ലി. 10⁻6 ന്യൂ ആണ് സിമ്പിൾ, മൈക്രോ. 10⁻9 എൻ ആണ് സിമ്പിൾ, നാനോ. 10⁻12 പി ആണ് സിമ്പിൾ, സ്മോൾ ലെറ്റർ പി ആണ്, പൈക്കോ. 10⁻15 സ്മോൾ എഫ് ആണ് സിമ്പിൾ, ഫെംറ്റോ എന്നാണ് അതിന്റെ പ്രിഫിക്സ്. ഓക്കെ ആണോ? മൈക്രോയുടെ സിമ്പിൾ യു അല്ല, മ്യൂ. ക്ലിയർ ആണോ? മൾട്ടിപ്പിൾസ് ക്ലിയർ ആണ്. ഇതെല്ലാം നെഗറ്റീവ്സ് ആണ്. ഇനി നമ്മൾ നോക്കുന്നത് പോസിറ്റീവ്സ് ആണ്. ഓക്കെ, നമുക്ക് പോസിറ്റീവ്സ് നോക്കാം. പോസിറ്റീവ്സിന്റെ പേരുകൾ ഏതാന്ന് നോക്കാം. ഓക്കെ, അപ്പോ 10⁻1ന്റെ സിമ്പിൾ ഡി എ ആണ്. അതിന്റെ പ്രിഫിക്സ് ഡെക്ക ആണ്. നമ്മൾ അധികം യൂസ് ചെയ്യില്ല. ഡെക്ക. സംതിങ് ഇൻറ്റു 10 വന്നാൽ നമ്മൾ ഡി എ എന്ന് പറയുന്ന സിമ്പിൾ ആണ് കൊടുക്കുക. അതിന്റെ പേര് പ്രിഫിക്സ് ഡെക്ക. നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. അതുപോലെ 10⁻2 എച്ച് ആണ് നമ്മുടെ സിമ്പിൾ. അതിനെ വിളിക്കുന്ന പേര് ഹെക്ടോ എന്നാണ്. ഹെക്ടോ, ഹെക്ടോ, HECTO, ഹെക്ടോ. 10⁻2 എന്ന് പറയുന്ന മൾട്ടിപ്ലയറിന് നമ്മൾ കൊടുക്കുന്ന സിമ്പിൾ എച്ച്, അതിന്റെ പ്രിഫിക്സ് ഹെക്ടോ. 10⁻3 പറ. 10⁻3ന്റെ സിമ്പിൾ പറ. 10⁻3 എന്ന് പറയുന്ന മൾട്ടിപ്ലയർ വന്നാൽ നമ്മൾ ഏത് സിമ്പിളാ കൊടുക്കുക? എസ്, കെ. നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, സ്മോൾ ലെറ്റർ കെ. സ്മോൾ ലെറ്റർ കെ. വെരി ഗുഡ്. അതിന്റെ പേരെന്താണ്? പ്രിഫിക്സ് എന്താണ്? കിലോ. ശരിയാണ്. സ്മോൾ ലെറ്റർ കെ, പ്രിഫിക്സ് കിലോ. അപ്പൊ യൂണിറ്റിന്റെ ഫ്രണ്ടിലാണ് എപ്പോഴും കിലോ വരുന്നത്.
മീറ്റർ ആണ് യൂണിറ്റ് എങ്കിൽ കിലോമീറ്റർ, ഗ്രാം ആണെങ്കിൽ കിലോഗ്രാം. അങ്ങനെ. അപ്പൊ 1, 2, 3 ആയി. ഇനി 4, 5 ഇല്ല. അടുത്ത എന്താണ്? 6. 10⁻6 ആണ്. 10⁻6 ഒക്കെ കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? 10⁻6. ഇനി എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് കേട്ടോ. ഇതുവരെ സ്മോൾ ലെറ്റേഴ്സ് ആയിരുന്നു, ഇനി എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ്. സോ 10⁻6 എന്ന് പറയുന്നത് ക്യാപിറ്റൽ എം ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. എന്താണത്? മെഗാ. മെഗാ നമ്മൾ മില്യൺ എന്ന് പറയും. മെഗാ. 10⁻6 കഴിഞ്ഞാൽ അടുത്ത 10⁻9. 10⁻9 ഏതാണ്? ക്യാപിറ്റൽ ലെറ്റർ ജി. എന്താണ് ക്യാപിറ്റൽ ലെറ്റർ ജി? ജിഗ. ഓക്കെ, ജിഗ. അടുത്തത് 10⁻12 ആണ്. +12. എന്തായിരിക്കും 10⁻12? ക്യാപിറ്റൽ ലെറ്റർ ടി ആണ്. ഏതാത്? ടെറ. ടെറ. ശരിയാണോ? 10⁻12 എന്ന് പറയുന്ന ക്യാപിറ്റൽ ലെറ്റർ ടി, ടെറ. വിജയിയുടെ പാട്ടൊക്കെ കേട്ടിട്ടുണ്ടല്ലോ. ടെറ ബൈറ്റ് കാതലർക്ക് കേട്ടിട്ടുണ്ടോ? ടെറ ബൈറ്റ് കാതലർക്ക് കേട്ടിട്ടുണ്ട്. വെരി ഗുഡ്. അപ്പൊ ആ ടെറയാണിത്. 10⁻12. 10⁻15 ക്യാപിറ്റൽ ലെറ്റർ പി, പെറ്റ. ഓക്കെ, 10⁻15 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ പി, പെറ്റ. 10⁻18 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ഇ ആണ്, എക്സ. അങ്ങോട്ടൊന്നും വേണ്ട, നമുക്ക് ഇതുവരെ മതി. 10⁻15 വരെയൊക്കെ മതി. ഓക്കെ, അപ്പൊ ഇതാണ് മൾട്ടിപ്ലയർ. ഡെസിമൽ മൾട്ടിപ്പിൾസിന്റെ സിമ്പലും പ്രിഫിക്സും. 10⁻1 DA, പേര് ഡെക്ക. 10⁻2 H, ഹെക്ടോ. 10⁻3 വന്നാൽ K ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കിലോ. 10⁻6 വന്നാൽ ക്യാപിറ്റൽ ലെറ്റർ എം, പ്രിഫിക്സ് മെഗാ. 10⁻9 വന്നാൽ ക്യാപിറ്റൽ ലെറ്റർ ജി, ജിഗ. 10⁻12 വന്നാൽ ടി, ടെറ. 10⁻15 വന്നാൽ മെറ്റ. ക്ലിയർ ആണോ? പ്രോബ്ലം ഒക്കെ ചോദിക്കുമ്പോഴാണ് നമുക്കത് അത്യാവശ്യം വേണ്ടി വരും. ക്ലിയർ? ഓക്കെ, ഓക്കെ. അടുത്തത് വളരെ വലിയ ദൂരങ്ങൾ മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻഡയറക്റ്റ് മെത്തേഡിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഇൻഡയറക്റ്റ് മെത്തേഡിനെ നമ്മൾ വിളിക്കുന്ന പേര് പാരലാക്സ് മെത്തേഡ് എന്നാണ്. എന്താണ് പാരലാക്സ് മെത്തേഡ്? എന്തിനാണ് പാരലാക്സ് മെത്തേഡ് എന്ന് ചോദിച്ചാൽ, ടു മെഷർ ലാർജ് ഡിസ്റ്റൻസ്. വളരെ വലിയ ദൂരങ്ങൾ അളക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. ഇതൊരു ഡയറക്റ്റ് മെത്തേഡ് അല്ല, ഇൻഡയറക്റ്റ് മെത്തേഡാണ്. ഉദാഹരണത്തിന് നമുക്ക് എർത്തിൽ നിന്ന് മൂണിലേക്കുള്ള ദൂരം, ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം എന്ത് ചെയ്യണം? അളക്കണം എന്ന് വെച്ചു. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം നമുക്ക് എന്ത് ചെയ്യണം? അളക്കണം, നേരിട്ടല്ലാതെ. സോ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെത്തേഡാണ് പാരലാക്സ് മെത്തേഡ്. ഓക്കെ, വളരെ സിമ്പിൾ ആണ് ഈ മെത്തേഡ്. എങ്ങനെയാന്ന് നോക്കാം. അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. സപ്പോസ് വി ഹാവ് ടു മെഷർ ദി ഡിസ്റ്റൻസ് ഓഫ് മൂൺ ഫ്രം എർത്ത്. എർത്തിൽ നിന്ന് ചന്ദ്രനിലേക്കുള്ള ദൂരം നമുക്ക് അളക്കണമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എർത്തിലെ 2 സ്ഥലങ്ങൾ, 2 സ്റ്റേഷനുകൾ എന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങൾ, 2 സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മൂണിനെ എന്ത് ചെയ്യുന്നു? ഒബ്സർവ് ചെയ്യും. ഈ ഒബ്സർവ് ചെയ്യുന്ന 2 സ്ഥലങ്ങൾ തമ്മിലുള്ള അകലം നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അത് അറിയാമെങ്കിൽ അവിടെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഡയറക്ഷനും നോർമലും പെർപെൻഡിക്കുലറും തമ്മിലുള്ള ആംഗിളും അറിയാമെങ്കിൽ നമുക്ക് മൂണിലേക്കുള്ള ദൂരം അപ്രോക്സിമേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. അതെങ്ങനെയാണ് നോക്കാം. നോക്ക്, ഇതാണ് മൂണെന്ന് വിചാരിക്കുക. ദിസ് ഇസ് മൂൺ. ഓക്കെ, ഇത് മൂണാണ്. നമ്മൾ ചെയ്യുന്നത് മൂണിനെ എർത്തിലെ 2 സ്റ്റേഷനുകളിൽ നിന്ന് നോക്കും. ഇത് സ്റ്റേഷൻ എ, ഇത് സ്റ്റേഷൻ ബി. ഓക്കെ,
ഈ രണ്ട് സ്റ്റേഷനുകൾ തമ്മിലുള്ള അകലം സ്മോൾ ലെറ്റർ ഡി ആണെന്ന് വെച്ചു. എ എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ, ഒരു സ്ഥലം, എർത്തിലുള്ള ഒരു സ്ഥലമാണ് എ. അവിടെ നിന്ന് നമ്മൾ മൂണിനെ ഒബ്സർവ് ചെയ്യുന്നു. അപ്പൊ ഇതാണ് ലൈൻ ഓഫ് ഒബ്സർവേഷൻ. ഇവിടെ നിങ്ങോട്ടാണ് നമ്മൾ നോക്കുന്നത്, ഇവിടെയാണ് മൂൺ നിൽക്കുന്നത്. അപ്പൊ എയിൽ നിന്ന് ഒരാള് മൂണിനെ നോക്കുന്നു. ഇതാണ് ലൈൻ ഓഫ് ഒബ്സർവേഷൻ. അതുപോലെ എയിൽ നിന്ന് എത്ര ഡിസ്റ്റൻസ് അകലെ, സ്മോൾ ഡി ഡിസ്റ്റൻസ് അകലെയുള്ള മറ്റൊരു സ്റ്റേഷനാണ്, മറ്റൊരു സ്ഥലമാണത് ബി. ബിയിൽ നിന്നും നമ്മൾ ആരെ നോക്കുന്നു, മൂണിനെ നോക്കുന്നു. സോ എർത്തിലുള്ള രണ്ട് സ്റ്റേഷനുകൾ എയിൽ നിന്നും ബിയിൽ നിന്നും നമ്മൾ മൂണിനെ എന്ത് ചെയ്യുന്നു, ഒബ്സർവ് ചെയ്യുന്നു. എയും ബിയും തമ്മിലുള്ള അകലം ഡി ആണ്. അത് നമുക്ക് അളക്കാൻ പറ്റും, കാര്യം അത് എർത്തിലെ രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം. സോ ഈ ഡി എന്ന് പറയുന്ന ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും. ഇനി നമ്മൾ മെഷർ ചെയ്യാനുള്ളത് എയിൽ നിന്ന് നമ്മൾ മൂണിനെ നോക്കുമല്ലോ. എയിൽ നിന്ന് നമ്മൾ മൂണിനെ നോക്കുമ്പോൾ എ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാനൊരു നോർമൽ വരയ്ക്കുന്നു. നോർമൽ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ, ലംബം, പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. സോ ഞാൻ മൂണിനെ നോക്കുന്ന ഡയറക്ഷൻ ഇതാണല്ലോ ഡയറക്ഷൻ. ഇതാണ് ഞാൻ മൂണിനെ നോക്കുന്ന ഡയറക്ഷൻ. ഈ ഡയറക്ഷനിൽ ഇവിടത്തെ നോർമലും തമ്മിൽ ഒരു ആംഗിൾ ഉണ്ടല്ലോ. ഞാൻ ആംഗിളിനെ θ1 എന്ന് എടുക്കുന്നു. അത് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. ഇത് എർത്തിലെ പോയിന്റ് ആണ്. ഈ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. അതുപോലെ ബിയിൽ നിന്ന് ഞാൻ മൂണിനെ നോക്കുന്നു. ആ മൂണിനെ നോക്കുന്ന ലൈൻ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടല്ലോ. ഇതാണ് ഞാൻ നോക്കുന്ന ഡയറക്ഷൻ. ഈ നോക്കുന്ന ഡയറക്ഷനും ലൈൻ ഓഫ് ഒബ്സർവേഷനും ആ ബിയിൽ ഞാൻ വരയ്ക്കുന്ന നോർമലും പെർപെൻഡിക്കുലറും തമ്മിൽ മേക്കുന്ന ആംഗിൾ, ഈ ആംഗിൾ ഞാൻ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യുന്നു. ഞാൻ അതിനെ θ2 എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മെഷർ ചെയ്യേണ്ടത്. എന്തൊക്കെയാണ് മെഷർ ചെയ്യേണ്ടത്? ഒന്ന്, മൂണിനെ നോക്കുന്ന എർത്തിലെ രണ്ട് സ്റ്റേഷനുകൾ തമ്മിലുള്ള അകലം ഡി നമ്മൾ മെഷർ ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ മൂണിനെ നോക്കുമ്പോൾ ലൈൻ ഓഫ് ഒബ്സർവേഷൻ നോക്കുന്ന ഡയറക്ഷനും അവിടുത്തെ നോർമലും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ θ1ഉം, രണ്ടാമത്തെ സ്റ്റേഷനിൽ നിന്ന് നോക്കുമ്പോൾ ലൈൻ ഓഫ് ഒബ്സർവേഷനും രണ്ടാമത്തെ സ്റ്റേഷനിലെ നോർമൽ അഥവാ ലംബം തമ്മിലുള്ള ആംഗിൾ θ2 നമ്മൾ എന്ത് ചെയ്യുന്നു, മെഷർ ചെയ്യും. ഓക്കെ, ഇനി ഈ രണ്ട് ഒബ്സർവേഷൻസ്, ഈ രണ്ട് ലൈൻ ഓഫ് ഒബ്സർവേഷൻസ് മൂണിൽ ഉണ്ടാക്കുന്ന ആംഗിൾ θ ആണെന്ന് ഇരിക്കുന്നു. ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്, θ. ഈ ആംഗിൾ നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. ഇത് മൂണിൽ ഉണ്ടാകുന്ന ആംഗിൾ ആണ്. ഈ ആംഗിൾ നമുക്ക് നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ തൊട്ട് ഇതിലുള്ള ദൂരം നമുക്ക് അളക്കാൻ പറ്റും. സോ ഈ ആംഗിൾ നമ്മൾ നേരിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. ഈ ലൈനും ഈ ലൈനും കൂടെ മൂണിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആണെന്ന് θ എന്ന് ഇരിക്കും. ഇനി എയിൽ നിന്ന് മൂണിലേക്കുള്ള ദൂരം അല്ലെങ്കിൽ ബിയിൽ നിന്ന് മൂണിലേക്കുള്ള ദൂരം, അതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഞാൻ അതിനെ നിന്ന് എടുത്തു, എസ്, ഡിസ്റ്റൻസ് എസ്. എസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം എർത്ത് ടു മൂൺ, അല്ലെ? എർത്തിലെ ഒരു സ്റ്റേഷനിൽ നിന്ന്, ഒരു സ്ഥലത്ത് നിന്ന് മൂണിലേക്കുള്ള ദൂരമാണ് എന്ത്, എസ്. ഇത് എസ് ആയിരിക്കും, ഇത് എസ് ആയിരിക്കും. ഈ എസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിസ്റ്റൻസ് ടു മൂൺ ഫ്രം എർത്ത്, എസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, സോ നോക്കുക, നമ്മള് കഴിഞ്ഞ ദിവസം ഒരു ഇക്വേഷൻ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആംഗിൾ is equal to arc divided by radius. ഓർമ്മയുണ്ടോ എല്ലാവർക്കും? പാർസെക് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞൊരു ഇക്വേഷൻ ആണിത്. ഓർമ്മയുണ്ടോ? ആംഗിൾ is equal to arc divided by radius. സോ ആ ഇക്വേഷൻ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ സത്യത്തിൽ ഇങ്ങനെ ഒരു ആർക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. ഇതാണ് ആർക്ക് എന്ന് വിചാരിക്കും, ശരിയാണ്? ഇതാണ് ആംഗിൾ, ഇതാണ് ആർക്ക്, ഇതാണ് അപ്പൊ എന്ത്, റേഡിയസ്. ഓക്കെ, അപ്പൊ ആംഗിളിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, തീറ്റ. തീറ്റ ഇസ് ഈക്വൽ ടു, ഇതാണ് ആർക്ക്, ശരിയാണോ? നോക്കൂ, ഈ കർവ്ഡ് ഡിസ്റ്റൻസും എ ബി എന്ന് പറയുന്ന സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസും ഞാൻ ഏറെക്കുറെ സെയിം ആയിട്ട് എടുക്കും. സെയിം അല്ല, നമ്മൾ അപ്രോക്സിമേറ്റ് ചെയ്തെടുക്കും. അപ്പൊ ഈ കർവിന്റെ നീളത്തിന് പകരം, ഈ ആർക്കിന്റെ നീളത്തിന് പകരം ഞാൻ ഡി എന്ന് എടുക്കും. ഡി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എ മുതൽ ബി വരെയുള്ള സ്ട്രൈറ്റ് ലൈൻ ഡിസ്റ്റൻസ് ആണ്. അത് രണ്ട് ഏറെക്കുറെ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പൊ ആർക്കിന് പകരം ഞാൻ ഡി എന്ന് കൊടുക്കും. ഡിവൈഡഡ് ബൈ റേഡിയസ്. റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള നീളം അല്ലേ, അതെന്താണ്, യെസ്. തീറ്റ ഇസ് ഈക്വൽ ടു ഡി ബൈ എക്സ്. ഈ നീളം ഇതാണ് നമ്മുടെ ആർക്കെങ്കിൽ ഇതാണ് റേഡിയസ്. ഇതപ്പോ സെന്റർ ആയി. നമുക്ക് വേണ്ടത് എസ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ എർത്തിൽ നിന്ന് മൂണിലേക്കുള്ള ദൂരം, ശരിയല്ലേ? അപ്പൊ ഇവിടെ എസ് ഇങ്ങോട്ട് വന്നാൽ തീറ്റ അങ്ങോട്ട് പോകും. എസ് ഇസ് ഈക്വൽ ടു എന്താ വരിക, ഡി ഡിവൈഡഡ് ബൈ തീറ്റ. എർത്തിൽ നിന്ന് മൂണിലേക്കുള്ള ദൂരം എസ് എന്ന് പറയുന്നത് ഡി ബൈ തീറ്റ. ഇതിൽ ഡി എന്താണ്, നമ്മള് മൂണിനെ ഒബ്സർവ് ചെയ്യുന്ന രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരമാണ് ഡി. അത് നമുക്കറിയാം. പക്ഷെ എന്തറിയില്ല, തീറ്റ എന്ന് പറയുന്ന ആംഗിൾ അറിയില്ല. അത് റേഡിയസ് എങ്ങനെയാണെന്നാണ് ചോദിച്ചത്. നോക്ക്, നമ്മൾ നേരത്തെ വരച്ചില്ലേ, ഇത് നമ്മൾ ആർക്കാണെന്ന് വിചാരിച്ചോ, ഇതൊരു ആർക്കാണെന്ന് വിചാരിക്കുക. ഇതൊരു ആർക്കാണ്. ഇതൊരു ആർക്കാണെങ്കിൽ ഇതാണല്ലോ അതിന്റെ സെന്റർ. ഇത് നമ്മൾ ആർക്കായി എടുത്താൽ ആ ആർക്കിന്റെ സെന്റർ ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് ഇതല്ലേ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊട്ട് ഇതുവരെയുള്ള നീളം എന്തായിരിക്കും, ഈ നീളം എന്തായിരിക്കും, റേഡിയസ്. ഇങ്ങനെ
ആലോചിച്ച് നോക്കിയാൽ മതി. ഇതൊരു ആർക്കാണെങ്കിൽ അതിനെ കംപ്ലീറ്റ് ചെയ്താൽ ഇതൊരു ഫുൾ സർക്കിൾ ആവില്ലേ? ആ സർക്കിളിന്റെ സെന്റർ ആയിട്ട് വരും നമ്മുടെ മൂണിന്റെ പൊസിഷൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ തൊട്ട് ദൂരം എന്ന് പറയുന്നത് റേഡിയസ് അല്ലേ? ഓക്കെ. അപ്പോ ഡി നമ്മുടെ കയ്യിലുണ്ട്, തീറ്റ നമുക്കറിയില്ല. തീറ്റ എന്ന് പറയുന്നത് ഇവിടെ ഫോം ചെയ്യുന്ന എന്താണ്? ആംഗിൾ ആണ്. ഈ ആംഗിൾ നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് അറിയാനുള്ള രണ്ട് ആംഗിൾ ഉണ്ട്. ഈ ആംഗിൾ θ1, ഈ ആംഗിൾ എന്താ? θ2. ഈ θ1ഉം θ2ഉം അറിയാമെങ്കിൽ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? ആർക്കെങ്കിലും പറയാവോ? θ1ഉം θ2ഉം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. θ1ഉം θ2 അറിയാമെങ്കിൽ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? ആർക്കെങ്കിലും പറയാവോ? θ1ഉം θ2ഉം അറിയാമെങ്കിൽ ഈ ആംഗിൾ തീറ്റ എങ്ങനെ കണ്ടുപിടിക്കും? എനിവൺ? ആർക്കെങ്കിലും പറയാമോ? ഈ രണ്ട് ആംഗിൾസ് അറിയാമെങ്കിൽ ഈ ആംഗിൾ എങ്ങനെ കണ്ടുപിടിക്കും? ഒന്ന് പറയൂ. നിങ്ങൾ റിലേഷൻ പഠിച്ചിട്ടുണ്ടോ? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിളും തമ്മിലുള്ള റിലേഷൻ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇന്നർ ആംഗിളും ഔട്ടർ ആംഗിൾസും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, അതൊന്നും അറിയണമെന്നില്ല. അപ്പൊ നോക്ക്, ഇത് 90 ഡിഗ്രി ആണല്ലോ, ഇത് പെർപെൻഡിക്കുലർ ആണ്, ലംബമാണ്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തം ഈ ആംഗിൾ ഫുൾ എത്രയാണ്? 90 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കുമോ? ഇത് ഫുൾ 90 ആണ്, ഇത് θ1 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് θ1. സംശയമില്ലല്ലോ, 90 മൈനസ് θ. ഇനി ഈ ആംഗിൾ θ2 ആണ്, ഈ ടോട്ടൽ ആംഗിൾ 90 ആണ്. അപ്പൊ ഈ ആംഗിൾ എത്രയാ? 90 മൈനസ് θ2. ഓക്കെ, ഇത് 90 മൈനസ് θ1, ഇത് 90 മൈനസ് θ2. ഇതെന്താണ്? തീറ്റ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഒരു ട്രയാങ്കിളിന്റെ 3 ആംഗിൾസിന്റെയും കൂടെ സം എത്രയായിരിക്കും? 180 ആയിരിക്കും. 3 ആംഗിൾസിന്റെയും കൂടെ സം എത്രയായിരിക്കും? 180. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാമല്ലോ, തീറ്റ പ്ലസ് ഈ ആംഗിൾ തീറ്റ. ഈ ആംഗിൾ എത്രയാ? 90 മൈനസ് θ1 പ്ലസ് ഈ ആംഗിൾ എത്രയാ? 90 മൈനസ് θ2 ഈക്വൽ ടു ഇത് 3 കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടണം? 180. ഓക്കെ, സോ 90 പ്ലസ് 90 മൈനസ് θ1 പ്ലസ് 90 മൈനസ് θ2 ഈക്വൽ ടു 180. ഇനി തീറ്റ മൈനസ് θ1 മൈനസ് θ2, 90 പ്ലസ് 90 എത്രയാ? 180 ഈക്വൽ ടു 180. ഈ 180 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? 0 ആവും. അപ്പൊ തീറ്റ മൈനസ് θ1 മൈനസ് θ2 ഈക്വൽ ടു എന്താ? 0. 180 അപ്പുറത്ത് പോകുമ്പോൾ 180 മൈനസ് 180 0. പിന്നെ ഉള്ളത് തീറ്റ മൈനസ് θ1 മൈനസ് θ2 ഈക്വൽ ടു 0. തീറ്റ ഈക്വൽ ടു ഈ മൈനസ് θ1 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് θ1 മൈനസ് θ2 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? പ്ലസ് θ2. തീറ്റ ഇസ് ഈക്വൽ ടു θ1 പ്ലസ് θ2. തീറ്റ ഇസ് ഈക്വൽ ടു θ1 പ്ലസ് θ2. ഒന്നുകൂടെ പറയൂ. പറയാം. നോക്കൂ, ഈ ആംഗിൾ θ1 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? അകത്ത് വരുന്ന ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് θ1. കാര്യം ടോട്ടൽ ആംഗിൾ എത്രയാണ്? 90. ഈ പുറത്ത് വരുന്ന ഈ ആംഗിൾ θ2 ആണ്. ടോട്ടൽ ആംഗിൾ 90 ആണ്. അങ്ങനെയാണെങ്കിൽ അകത്ത് വരുന്ന ആംഗിൾ എന്താ? 90 മൈനസ് θ2. ഇവിടെ വരുന്ന ആംഗിൾ എന്താണ്? തീറ്റ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ 3 ആംഗിളും കൂടെ കൂട്ടുമ്പോ, അകത്ത് വരുന്ന 3 ആംഗിളും കൂടെ കൂട്ടുമ്പോ എന്ത് കിട്ടും? 180 കിട്ടണം. ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 180 ആണ്. സോ ഈ ആംഗിൾ തീറ്റ പ്ലസ് ഇവിടത്തെ ആംഗിൾ 90 മൈനസ് θ1 പ്ലസ് ഇവിടത്തെ ആംഗിൾ 90 മൈനസ് θ2 ഈക്വൽ ടു എത്ര? 180. ഓക്കെ, ഇനി തീറ്റ മൈനസ് θ1 മൈനസ് θ2. ഈ തീറ്റകളെല്ലാം അവിടെ ഒരുമിച്ച് എഴുതി. തീറ്റ മൈനസ് θ1 മൈനസ് θ2 പ്ലസ് പിന്നെന്താ ഉള്ളത്? പ്ലസ് 90 ഉണ്ട്, പ്ലസ് 90 ഉണ്ട്. പ്ലസ് 90 പ്ലസ് 90 എത്രയാണ്? പ്ലസ് 180. ഓക്കെ, ഇവിടെ എത്ര ഞാൻ ചെയ്തോളൂ? തീറ്റ മൈനസ് θ1 മൈനസ് θ2 പ്ലസ് 90 പ്ലസ് 90 എത്ര? പ്ലസ് 180 ഈക്വൽ ടു എന്താ? 180. ഇനി ഇവിടെ കിടക്കുന്ന 180 അപ്പുറത്ത് പോകുമ്പോ മൈനസ് 180 ആവും. 180 മൈനസ് 180 എന്താ? 0. പിന്നെ ബാക്കി എന്താ ഉള്ളത്? തീറ്റ മൈനസ് θ1 മൈനസ് θ2 ഈക്വൽ ടു എന്താ? 0. ഇവിടെ കിടക്കുന്ന മൈനസ് θ1 അപ്പുറത്ത് പോകുമ്പോ θ1 പ്ലസ് θ1. ഇവിടെ കിടക്കുന്ന മൈനസ് θ2 അപ്പുറത്ത് പോകുമ്പോ പ്ലസ് θ2. സോ നമുക്ക് എന്ത് കിട്ടി? തീറ്റ ഇസ് ഈക്വൽ ടു θ1 പ്ലസ് θ2. അതായത് ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഇത് പലരും പഠിച്ചിട്ടുള്ളതാണ്. ഇന്നർ ആംഗിൾ, അകത്തുള്ള ആംഗിൾ എന്ന് പറയുന്നത് പുറത്തുള്ള ആംഗിളുകളുടെ എന്തായിരിക്കും? സം ആയിരിക്കും. ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു ദി സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഓക്കെ, അപ്പൊ തീറ്റയുടെ വാല്യൂ θ1 പ്ലസ് θ2 ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? Therefore
എസ് ഇസ് ഈക്വൽ ടു എന്ത് എഴുതാൻ പറ്റും? എസ് ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ θ1 പ്ലസ് θ2. എസ് ഇസ് ഈക്വൽ ടു ഡി ഡിവൈഡഡ് ബൈ തീറ്റയ്ക്ക് പകരം നമുക്ക് θ1 പ്ലസ് θ2 എന്ന് എഴുതാം. ഓക്കെ ആണല്ലോ. ഇതിൽ ഡി നമുക്കറിയാം. ഡി എന്ന് പറഞ്ഞാൽ എർത്തിലെ രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള ദൂരമാണ് ഡി. θ1 ഉം θ2 നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഉണ്ടാവുന്ന ആംഗിൾസ് ആണ്. സോ θ1 θ2 നമുക്കറിയാം, ഡിയും അറിയാം. ഈ മൂന്ന് കാര്യങ്ങളും അറിയാമെങ്കിൽ നമുക്ക് എർത്തിൽ നിന്ന് മൂണിലേക്കുള്ള ദൂരം എസ് അപ്രോക്സിമേറ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? കണ്ടുപിടിക്കാൻ പറ്റും. ദിസ് മെത്തേഡ് ഈസ് കോൾഡ് പാരലാക്സ് മെത്തേഡ്. ഓക്കെ, ഇത് ഒരു തവണ എക്സാമിന് ചോദിച്ചതാണ്. ചോദിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹൗ വിൽ യു മെഷർ ദ ഡിസ്റ്റൻസ് ഓഫ് മൂൺ ഫ്രം ദി എർത്ത്? എർത്തിൽ നിന്ന് മൂണിലേക്കുള്ള ദൂരം നിങ്ങൾ എങ്ങനെ മെഷർ ചെയ്യും? 2 മാർക്കിനാണ് ചോദിച്ചത്. എങ്ങനെ മെഷർ ചെയ്യും? ബൈ പാരലാക്സ് മെത്തേഡ്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒബ്സർവ് ദി മൂൺ ഫ്രം 2 സ്റ്റേഷൻസ് ഓൺ എർത്ത്. എർത്തിലുള്ള 2 സ്റ്റേഷനുകളിൽ നിന്ന് നമ്മൾ മൂണിനെ എന്ത് ചെയ്യുക? ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് ഈ ഫിഗർ വരയ്ക്കാം. ശരിയാണോ? ഫ്രം ദി ഫിഗർ angle is equal to arc by radius, that is theta is equal to d by s, therefore s is equal to d by theta. But the angle theta is equal to θ1 plus θ2. ഇത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. ഇത്രയും പോയിന്റുകൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞത്. ഇത് എഴുതിയില്ലെങ്കിലും വേണ്ടില്ല. ഈ ഒരു റിലേഷൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള റിലേഷൻ ആണ്. അതായത് ഇന്നർ ആംഗിൾ ഇസ് ഈക്വൽ ടു സം ഓഫ് ഔട്ടർ ആംഗിൾസ്. ഡയഗ്രാം വരയ്ക്കണം. ഈ ഫിഗർ വേണ്ടി വരും. ഈ ഫിഗർ വെച്ചിട്ട് വേണം നമ്മൾ എഴുതാൻ. ഓക്കെ, അപ്പോ എസ് ഇസ് ഈക്വൽ ടു ഡി ബൈ തീറ്റ എന്ന് കൊടുക്കുക. ബട്ട് തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? θ1 പ്ലസ് θ2. therefore s is equal to d by θ1 plus θ2. So by measuring the distance between the 2 stations d and also the angles θ1 and θ2, we can calculate the distance s, that is the distance from earth to moon. Okay ആണോ? Okay ആണോ? Okay. ഓക്കെ, അപ്പൊ ഇത് പാരലാക്സ് മെത്തേഡ് എന്താണെന്ന് ചോദിക്കും. ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലം ചോദിക്കും. ഒരുപാട് ടൈപ്പ് പ്രോബ്ലംസ് ഉണ്ട്. എന്താന്ന് വെച്ചാൽ ചിലപ്പോ ഈ ആംഗിൾ തരും, ഈ ആംഗിൾ നേരിട്ട് തരും, ഈ ആംഗിൾ തരും, ഈ എർത്തിലെ 2 സ്ഥലങ്ങൾ തമ്മിലുള്ള ദൂരം തരും, തീറ്റയും തരും, ഡിയും തരും. എസ് കണ്ടുപിടിക്കാൻ ചോദിക്കും. ചിലപ്പോ എസും ഡിയും തരും, തീറ്റ കണ്ടുപിടിക്കാൻ ചോദിക്കും. ചിലപ്പോൾ തീറ്റ എസും തരും, ഡി കണ്ടുപിടിക്കാൻ ചെയ്യും. ഏതായാലും ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇത് നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ തിയറിയിൽ പറയുന്നതാണ്. പലപ്പോഴും ഈ 2 ആംഗിൾസ് പ്രോബ്ലത്തിൽ ചോദിക്കാറില്ല. പ്രോബ്ലത്തിൽ നേരിട്ട് ഈ ആംഗിൾ ആയിരിക്കും എന്ത് ചെയ്യാത്തായിരുന്നു. അപ്പൊ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ ഈ ഇക്വേഷൻ മാത്രം ഓർക്കുന്നതാണ്. എസ് ഇസ് ഈക്വൽ ടു ഡി ബൈ തീറ്റ. ഏതെങ്കിലും 2 തന്നിട്ട് മറ്റേ കാര്യം കണ്ടുപിടിക്കാൻ ചോദിക്കും. ചിലപ്പോൾ ഈ ആംഗിൾ തീറ്റ തരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മിനിറ്റിലും സെക്കൻഡിലും ഒക്കെ ആയിരിക്കും തരുന്നത്. ഉദാഹരണത്തിന് ആംഗിൾ എന്ന് പറയുന്നത് ഇപ്പോ 1 ഡിഗ്രി 54 മിനിറ്റ് എന്ന് തരും. 1 ഡിഗ്രി 54 മിനിറ്റ്. ഇവിടെ ഫോം ചെയ്ത ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് 1 ഡിഗ്രി 54 മിനിറ്റ് ആണ്. ഇങ്ങനെ തന്നിരുന്നാൽ നമുക്ക് ഇതിട്ട് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താ? ആംഗിളിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്ന റേഡിയൻ ആണ്. അപ്പൊ ഇതിട്ട് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഇതിനെ റേഡിയനിലോട്ട് കൺവേർട്ട് ചെയ്യും. സോ ഇങ്ങനെ 2 തന്നു. ഇപ്പൊ 2 തന്നു. 1 ഡിഗ്രി ഉണ്ട്, 54 മിനിറ്റും ഉണ്ട്. അപ്പൊ 2 കിടന്നാൽ നമുക്ക് കൺവേർട്ട് ചെയ്യില്ല. ഒന്നുകിൽ ആംഗിൾ മൊത്തം ഡിഗ്രിയിലായിരിക്കണം, അല്ലെങ്കിൽ ആംഗിൾ മൊത്തം മിനിറ്റിലായിരിക്കണം, അല്ലെങ്കിൽ ആംഗിൾ മൊത്തം സെക്കൻഡിലായിരിക്കണം. ഇങ്ങനെ 2 തന്നിടാൻ പറ്റില്ല. അപ്പൊ നമ്മൾ ഒന്നുകിൽ ഈ മിനിറ്റിനെ കൂടി ഡിഗ്രിയിലാക്കണം, അല്ലെങ്കിൽ ഡിഗ്രിയെ കൂടി എന്താക്കണം? മിനിറ്റിലാക്കണം. ശരിയാണ്. അപ്പൊ ഇവിടെ എളുപ്പം നമുക്ക് ഡിഗ്രിയെ കൂടി മിനിറ്റിലാക്കിയാൽ മതി. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താ? 60 മിനിറ്റ് ആണ്. ശരിയാണ്. അപ്പൊ 1 ഡിഗ്രി 54 മിനിറ്റ് എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം 1 ഡിഗ്രിക്ക് പകരം നമുക്ക് 60 മിനിറ്റ് കൊടുക്കാം. 60 മിനിറ്റ് പ്ലസ് 54 മിനിറ്റ് എന്നാണ്. 60 മിനിറ്റ് പ്ലസ് 54 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 114 മിനിറ്റ്. അപ്പൊ 1 ഡിഗ്രി 54 മിനിറ്റിനെ നമുക്ക് എന്തെന്ന് എഴുതാം? 114 മിനിറ്റ് എന്ന് എഴുതാം. ഇങ്ങനെ 2 ചെയ്യാൻ പറ്റില്ല. ആ ഡിഗ്രിയെ കൂടി നമ്മൾ മിനിറ്റിലാക്കി. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ എന്താണ്? 60 മിനിറ്റ് ആണ്. പ്ലസ് പിന്നെ എത്രയും കൂടെ ഉണ്ട്? 54. നമ്മൾ 1 മണിക്കൂർ 15 മിനിറ്റ് എന്ന് പറയില്ലേ? 1 മണിക്കൂർ 15 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ആണ്. 1 മണിക്കൂർ 15 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് പ്ലസ് 15 75 മിനിറ്റ്. അതുപോലെ 1 ഡിഗ്രി 54 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 മിനിറ്റ് പ്ലസ് 57 മിനിറ്റ് 114 മിനിറ്റ്. ഇനി മിനിറ്റിനെ റേഡിയനിലോട്ട് ആക്കാൻ നമുക്കറിയാം. 1 മിനിറ്റിനെ എങ്ങനെയാണ് റേഡിയനിലോട്ട് ആക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്ന വാല്യൂവിനെ ഇൻറ്റു പൈ ബൈ 180 ഇൻറ്റു 60. അപ്പൊ 114 ഇൻറ്റു പൈ ഡിവൈഡഡ് ബൈ 180 ഇൻറ്റു 60 ചെയ്യുമ്പോൾ 114 മിനിറ്റ് എത്ര റേഡിയൻ ആണെന്ന് എന്ത് ചെയ്യും? കിട്ടും. അപ്പൊ അങ്ങനെ വരുന്ന ധാരാളം ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റിലുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചെയ്യും.
ഓക്കെ, അപ്പൊ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഒന്നുകൂടി എടുത്ത് പറയാം. നമ്മൾ ആദ്യം ചെയ്തത് ഡിഗ്രി, മിനിറ്റ്, സെക്കൻഡ് ഇവയുടെ കൺവേർഷൻസ് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ആ ബോക്സിലാക്കിയിരിക്കുന്ന ഇക്വേഷൻ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണം ഉറപ്പായിട്ടും. പിന്നെ നമ്മൾ പറഞ്ഞത് ഡെസിമൽ മൾട്ടിപ്പിൾസിന്റെയും സബ് മൾട്ടിപ്പിൾസിന്റെയും പേരാണ്. ശരിയാണോ? അതും നമുക്ക് പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് പാരലാക്സ് മെത്തേഡ് ടു മെഷർ ലാർജ് ഡിസ്റ്റൻസ്. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇന്നത്തെ പത്രം വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, കഴിഞ്ഞ ദിവസം സാർ പറഞ്ഞതുപോലെ നിങ്ങളുടെ സിലബസിൽ CBSE സിലബസ് കുറച്ചു, പക്ഷേ കേരള സ്റ്റേറ്റ് സിലബസിൽ യാതൊരു മാറ്റവും വന്നിട്ടില്ല. +1 +2 ഒക്കെ സിലബസ് അതുപോലെ തന്നെ വെക്കാനാണ് കരിക്കുലം കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജൂണില് സ്കൂളിൽ അഡ്മിഷൻ നേടി മാർച്ചിൽ പരീക്ഷ എഴുതാൻ എന്തുമാത്രം പഠിക്കണോ അതേ പോർഷൻ അത്രയും തന്നെ ഇനിയും അങ്ങോട്ടും എന്നാണോ സ്കൂൾ തുറക്കുന്നത് അന്ന് മുതൽ പഠിക്കേണ്ടി വരും. അപ്പൊ പോർഷൻ ഒന്നും കുറച്ചിട്ടില്ല, പരീക്ഷയ്ക്ക് എല്ലാ പോർഷനും ഉണ്ട്. അപ്പൊ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് അവർ ഈ പോർഷനൊക്കെ വളരെ പെട്ടെന്ന് എന്ത് ചെയ്യും, പഠിപ്പിച്ച് തീർക്കും. അല്ലെങ്കിൽ സ്കൂളിൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. കേട്ടോ, അപ്പൊ നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിന്ന് വന്നതെന്നുള്ള ഒരു കൺസിഡറേഷൻസ് ഒന്നും സ്കൂളിൽ ഇനി കാണത്തില്ല, പണ്ടുമില്ല, ഇനി ഒട്ടും കാണത്തില്ല. പെട്ടെന്ന് ക്ലാസ്സുകൾ എന്ത് ചെയ്യും, അവര് കൈകാര്യം ചെയ്യും. അപ്പൊ നമ്മളിവിടെ വളരെ സ്ലോ ആയിട്ടാണ് പോകുന്നത്. എല്ലാവരും ക്ലാസ്സിൽ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം. ഇനി അഡ്മിഷൻ എടുക്കാതെ സ്കൂളൊക്കെ തുറന്നിട്ട് ക്ലാസ് വന്നാൽ മതി എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരുടെ ഇനിയൊന്നും പറയാനില്ല. എത്രയും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തോളണം. ക്ലാസ്സിൽ കയറി ഇരുന്നാൽ മാത്രം പോരാ, ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മാത്രം പോരാ. ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അന്നന്ന് തന്നെ എന്ത് ചെയ്യണം, പഠിച്ച് തീർക്കാൻ വേണം. ശരിയാണോ? പലർക്കും ഒരു ധാരണ ഉണ്ടായിരുന്നു, ഇപ്പോ ക്ലാസ് ഒക്കെ തുടങ്ങാൻ താമസിച്ചിരിക്കുക പോർഷൻസ് ഒന്നും പഴയതുപോലെ കാണില്ല എന്ന്. പക്ഷെ അത് ഒരു മാറ്റവും ഇല്ല, അത് മാറ്റാൻ പറ്റില്ല. കാര്യം നിങ്ങളുടെ പോർഷൻ കുറച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം നിങ്ങൾ പഠിക്കുമ്പോൾ ആ പോർഷൻസ് ഒന്നും അറിയാതാവും. ഇപ്പൊ മൊത്തം പോർഷനും പഠിച്ചേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് സമയം കുറവാണ്. എല്ലാവരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യണം, അറ്റൻഡ് ചെയ്യണം, പഠിക്കുകയും വേണം. ഓക്കെ.